ദാ അവിടെ ഒരു കാക്ക ഇരിക്കുന്നുണ്ടോ? ആ കാക്കയാണെങ്കിലേ എല്ലാ ദിവസവും വരുമായിരുന്നു നേരത്തെ തൊട്ട്. അപ്പോൾ നേരത്തെയൊക്കെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തൊരു ഡിഷ് വെച്ചിട്ടുണ്ട്. ആ ഡിഷിൻ്റെ ഉള്ളിൽ ചോറ് കൊടുക്കും, വെള്ളം ഒരു പാത്രത്തിൽ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് കഴിച്ചുകൊണ്ടിരുന്നത്, അല്ലാണ്ട് ഇങ്ങോട്ടേക്ക് വരലില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ 2 ദിവസമായിട്ട് നോക്കുമ്പോൾ അതാ ഈ ഗ്രില്ലിൻ്റെ അടുത്തേക്ക് വരിക. എന്നിട്ട് അടുക്കളയിൽ എന്തെങ്കിലും സാധനം വെച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അത് കൊത്താൻ പറ്റുന്നതാണ് അപ്പോഴേ കൊത്തിയെടുത്തുകൊണ്ട് പറന്നങ്ങ് പോകും. അപ്പോൾ അങ്ങനെ ഞാൻ ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ കാക്ക വന്നത്. അന്നേരം ഞാനെടുത്ത് പൂച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വേസ്റ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ്റെ. അപ്പോൾ അത് ഞാനെടുത്ത് ഒരു പാത്രത്തിലാക്കി ആ സൈഡിലോട്ട് വെച്ച്. അപ്പോൾ അത് കാക്ക വന്ന് തിന്നാൻ വേണ്ടിയിട്ട് നോക്കുവാണ് കേട്ടോ. ചെറിയ പേടിയുണ്ട്, അതുകൊണ്ട് കൊത്തിയിട്ട് ഒറ്റ ചാട്ടം അപ്പുറത്തേക്ക്. എന്നിട്ട് രണ്ടാമത് പിന്നെയും വരും അതെടുക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ അപ്പുറത്തോടെ കാണിച്ചു തരാം കേട്ടോ വരുന്നത്. അങ്ങനെ ഇതാ വന്നിട്ട് ബാക്കി ചിക്കനും കൂടി എടുത്ത് തിന്നുക. അപ്പം അതെല്ലാം കഴിച്ചിട്ട് പോയി കഴിഞ്ഞപ്പോൾ അത് പിന്നെയും വന്നേക്കുന്നു. അപ്പോൾ ഞാനൊരു ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തു. വേറെ എന്തെങ്കിലും കൂടി അവിടെ ഉണ്ടോ എന്ന് എത്തി നോക്കുക. എന്നിട്ടത് നോക്ക്, രാത്രിയായി, സമയം ഇരുട്ടായി, എന്നിട്ടും പിന്നെയും എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വരിക. അപ്പം ഞാൻ എന്താക്കി, ഒരു ചിക്കൻ്റെ കഷ്ണം കൂടി അങ്ങോട്ടേക്ക് വെച്ച് കൊടുത്തു. അപ്പോൾ അത് കൊത്തിയെടുത്തുകൊണ്ട് പോയി.